ചൈന ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചു. ആണവായുധത്തോളം ശക്തിയുള്ളതാണ് ഹൈഡ്രജൻ ബോംബ് എന്ന് ഇതിനു മുൻപ് തന്നെ ഒരു പഠന റിപ്പോർട്ടിൽ പറയുന്നു. പരീക്ഷിക്കുകയും അത് വിജയിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈജിപ്തുമായി സഹകരിച്ചുകൊണ്ട് ചൈനയുടെയും ഈജിപ്തിന്റെയും സൈന്യങ്ങൾ തമ്മിൽ സംയുക്തമായിരിക്കുന്ന പരേഡ് നടത്തപ്പെട്ട വിവരം പുറത്തു വന്നു. ആകാശത്തും കടലിലും സംയുക്തമായിരിക്കുന്ന പ്രകടനങ്ങൾ കാണാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതും ഇത് അറേബ്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അറബ് രാജ്യങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യം ഇങ്ങനെ ഏകോപനത്തോട് കൂടിയിട്ടുള്ള ഒരു മാർച്ചും പരേഡും സംവിധാന കാര്യങ്ങളൊക്കെ നടത്തിയത്. അമേരിക്ക എല്ലാ കാലത്തും ചൈനക്കെതിരെ അതിശക്തമായിരിക്കുന്ന നടപടിയെടുക്കുന്നതിലും അതോടൊപ്പം തന്നെ അറേബ്യൻ രാജ്യങ്ങളുടെ നയനിലപാടിന് വിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നതിലും സംയുക്തമായിരിക്കുന്ന ഒരു ഏകോപനം ഉണ്ടാക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് ഇതിനു മുൻപ് തന്നെ ചൈന പറഞ്ഞതാണ്. അതിന്റെ ഒരു തുടർച്ചയായ രീതിയിലാണ് ഈ പ്രവർത്തനം ചെയ്തത് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. തായ്വാനെ പിടിച്ചടക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചൈനക്കെതിരെ അണിനിരത്തുന്ന പ്രവർത്തനം അമേരിക്ക ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. തായ്വാൻ തങ്ങളുടെ രാജ്യത്തിന്റെ ഭാഗമാണ്, അത് വിട്ടുകൊടുക്കാൻ തങ്ങൾ തയ്യാറല്ല. അമേരിക്ക ഇതിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ മുന്നോട്ട് ഇത്തരം പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ചൈനീസ് കടൽ, അതിന്റെ കടലെടുക്ക് മുഴുവൻ ചൈന സ്വന്തമാക്കുന്ന രീതിയിൽ ഒരു കടൽ യുദ്ധം പോലും അനിവാര്യമാണ് എന്നാണ് ചൈന വിശ്വസിക്കുന്നത്.